അധ്യയന വർഷം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോഴും കലുഷിതമായി സ്കൂൾ വിദ്യാഭ്യാസ രംഗം. അധ്യയന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയതും അംഗീകരിക്കില്ല എന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ തീരുമാനം. ഇതോടൊപ്പം ഹെഡ്മാസ്റ്റർ നിയമനം നടത്താത്തതും തസ്തിക നിർണയം നടത്താത്തതും വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അധ്യയന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഒരു വിഭാഗം അധ്യാപക സംഘടനകളുടെ കടുത്ത എതിർപ്പിന് ഇടയാക്കുന്നത്. സർക്കാർ തീരുമാനം സംഘടനകളുമായി കൂടിയാലോചിക്കാതെയാണെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു. മാത്രമല്ല, ശനിയാഴ്ചകൾ കൂട്ടത്തോടെ പ്രവൃത്തി ദിവസമാക്കുന്നത് കുട്ടികളുടെ കലാകായിക പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ആശങ്ക ഉയരുന്നുണ്ട്. സ്കൂൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ അധ്യാപക സമരം പതിവുള്ളതല്ല. എന്നാൽ ഇത്തവണ അധ്യയനം 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സമരത്തിലേക്ക് നീങ്ങി. ഇന്നലെ പ്രവൃത്തി ദിവസമാക്കിയുള്ള തീരുമാനത്തോട് ജോലി ബഹിഷ്കരിച്ചാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ പ്രതികരിച്ചത്. തീരുമാനത്തോട് CPI അധ്യാപക സംഘടനയും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരു കൂടിയാലോചനയുമില്ലാതെയാണ് എല്ലാ ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാക്കാൻ തീരുമാനിച്ചതെന്നാണ് ആരോപണം. ശനിയാഴ്ചകളിലാണ് കുട്ടികളുടെ കലാകായിക പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കുമ്പോൾ ഇത് ഇല്ലാതെയാകും. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ശനിയാഴ്ചയാണ്. 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ എല്ലാ ശനിയാഴ്ചയും സ്കൂളിലെത്തണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ശനിയാഴ്ച അവധി നൽകിയിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ഹെഡ്മാസ്റ്റർ നിയമനത്തിലെ മെല്ലെപ്പോക്ക്. ഇപ്പോൾ 2021 മുതൽ സംസ്ഥാനത്തെ പ്രൈമറി സ്കൂളുകളിൽ ഹെഡ്മാസ്റ്റർമാരായി നിയമിക്കപ്പെടുന്നത് താൽക്കാലികമായിട്ടാണ്. ഇവർക്ക് ശമ്പള സ്കെയിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ശമ്പള സ്കെയിൽ അനുവദിക്കാൻ ട്രിബ്യൂണൽ ഉത്തരവിനെ തുടർന്ന് സർക്കാർ ഉത്തരവിറക്കി പലയിടത്തും നടപ്പിലാക്കി. എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം സബ് ജില്ലകളിലും ഹെഡ്മാസ്റ്റർമാർക്ക് ശമ്പള സ്കെയിൽ അനുവദിച്ചു എന്നുള്ളതല്ലാതെ വാർഷിക ഇൻക്രിമെന്റ്, സമയബന്ധിത ഗ്രേഡ് തുടങ്ങിയവയൊന്നും ഇതുവരെ അനുവദിച്ചിട്ടില്ല. CPIM അനുകൂല സംഘടനയായ KSTA മാത്രമാണ് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കാനുള്ള തീരുമാനത്തോട് അനുകൂലമായി പ്രതികരിച്ചത്. ചില കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ എയ്ഡഡ് സ്കൂളുകളും സർക്കാർ തീരുമാനം അംഗീകരിച്ചിട്ടില്ല. സർക്കാർ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ്, ലീഗ് അനുകൂല സംഘടനകളുടെ തീരുമാനം. KER ചട്ടവും ഹൈക്കോടതി നിർദ്ദേശവും അനുസരിച്ചാണ് അധ്യയന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. അധ്യാപകർ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യർത്ഥന. എന്നാൽ പ്രത്യക്ഷ സമരത്തിനും കോടതിയെ സമീപിക്കാനുമുള്ള പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ തീരുമാനം വരും ദിവസങ്ങളിൽ അധ്യയന രംഗത്തെ കൂടുതൽ കലുഷിതമാക്കും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.